ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ കൺവെൻഷന്റെ സമാപന രാത്രിയിലെ സമാപന സന്ദേശത്തിലേക്ക് നാം വന്നിരിക്കുന്നു. എത്രയോ തടസ്സങ്ങളെ നമ്മൾ അതിജീവിച്ചു. ഇനിയും കർത്താവ് വലിയവ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിലൂടെ ചെയ്യും. ദൈവനാമം എല്ലാവിധത്തിലും മഹിമപ്പെടട്ടെ. ദൈവം നമ്മുടെ സഭയ്ക്ക് തന്ന അനുഗ്രഹീതരായ ശുശ്രൂഷക വൃന്ദത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇത് ഉണർവിൻ്റെ സമയമാണെന്ന് ഇന്നലെ പാസ്റ്റർ കെ സി ജോൺ പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടു കാണും. പഞ്ചാബിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോയി കാണണം എന്ന് കൊതിയാകുന്നു അതെല്ലാം കേട്ടപ്പോൾ. മാത്യു ശാമുവേൽ പറയുന്നത് അടുത്ത 10 കൊല്ലം ലോകം ചർച്ച ചെയ്യാൻ പോണത് പെന്തക്കോസ്ത് റിവൈവൽ മാത്രമായിരിക്കും. ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഉണർവിന് വേണ്ടി പ്രതീക്ഷിക്കുന്നവരും ഈ പന്തലിലുണ്ട്. അവരുടെ അകത്തൊരു തീപ്പൊയ്യിൽ രാത്രി വീഴുകയാണ്. പഞ്ചാബിൽ നിന്നുള്ള എത്ര ദൈവദാസന്മാരാണ് നമുക്കുള്ളത്. അപ്പോൾ അതിന്റെ പിന്നിൽ പ്രാർത്ഥിച്ചവരും വിത്തിൽ വെച്ചവരും എന്ന ഒരു സന്തോഷം ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ഉണ്ടല്ലോ. അത് നിമിത്തം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രഗത്ഭനായ മാധ്യമപ്രവർത്തകൻ പഠനം നടത്തിയിട്ട് പറയുന്നു 4 പ്രത്യേകതയാണ് ഈ കൂട്ടർക്കുള്ളത്. 1, അവരെ അടിച്ചാൽ അവർ തിരിച്ചടിക്കുകയില്ല. 2, അവരെവിടെ പോയാലും പാസ്റ്റർ എന്ന വിശ്വാസമൊന്നുമില്ല, അവർ സുവിശേഷം പറയും. 3, അവർ അന്യഭാഷ പറയും. 4, അവർ രോഗശാന്തി അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. ഇത് അവകാശപ്പെടാൻ നമുക്കല്ലാതെ ആർക്കാ പറ്റുക? പ്രിയപ്പെട്ടവരെ, സംഗതി ആകമായിരിക്കുന്നു. നിങ്ങളുടെ കൊച്ചും മുറിക്കകത്തിരുന്നുകൊണ്ട് ഇന്ത്യയെ സന്ദർശിക്കണമേ, ഇന്ത്യയിൽ ഉടൻ വഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച എല്ലാവരുടെയും കണ്ണ് നിറച്ച് കാണാനുള്ള ഒരു സീസൺ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ഇരിക്കാം, സ്തോത്രത്തോടെ ഇരിക്കാം, സ്തുതിയോടെ ഇരിക്കാം. നമ്മൾ അന്യഭാഷ പറയുന്നവരാണെന്ന് മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് സത്യമായിരിക്കട്ടെ. ഒരാളല്ല, പന്തലിനകത്തുള്ള എല്ലാവർക്കും ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ അവസരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. കൊരിന്തു സഭയിൽ കൃപാവരങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്തപ്പോൾ അതിനെ ഒന്ന് ക്രമത്തിലാക്കാൻ എഴുതിയ ലേഖനത്തിൽ കൊരിന്തു ലേഖനത്തിൽ ചില നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒടുവിൽ കൊണ്ടത് നിർത്തുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ആരെങ്കിലും വാക്കുകൊണ്ടോ പേന കൊണ്ടോ നോക്കുകൊണ്ടോ പ്രസംഗം കൊണ്ടോ വിലക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സീസൺ അല്ല, ഇത് അന്യഭാഷയിൽ സംസാരിക്കുന്നവരുടെ സീസണാണ്. ഹല്ലേലൂയ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കും, എന്റെ ബുദ്ധിയോ അപരമായിരിക്കുന്നു. അങ്ങനെ ഒരു തലം ഉണ്ട് പ്രിയമുള്ളവരെ. നമ്മളെല്ലാം ബുദ്ധി കൊണ്ട് ചെയ്യുമ്പോൾ ബുദ്ധി ഓഫാക്കി വെച്ചിട്ട് ആത്മതലത്തിൽ കാര്യങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു തലമുണ്ട്. ഹല്ലേലൂയ. അതിനെന്ത് ചെയ്യണം? പാട്ടൊക്കെ പാടി തീരാൻ നേരത്ത് 3 അന്യഭാഷ പറയുന്ന രീതി മാറ്റണം. പരിശുദ്ധാത്മാവിന് ഫ്രീഡം കൊടുക്കണം സഭകളിൽ. പരിശുദ്ധാത്മാവിന് ഫ്രീഡം കൊടുക്കണം സഭകളിൽ. പ്രസംഗം മുഴുവൻ തീർന്നില്ലെങ്കിലും ആത്മാവിന് വ്യാപരിക്കാൻ അവസരം കൊടുക്കണം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ MSK എന്നെ വിളിക്കും, അമേരിക്കയിൽ നിന്ന്. ബ്രദർ, പ്രസംഗത്തെക്കാൾ പ്രധാനം പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സമയം കൊടുക്കണം. അതേ രാത്രിയിൽ എന്റെ കണക്ക് ശരിയാണെങ്കിൽ 74ാമത്തെ പ്രസംഗമാണ് ഞാൻ ചെയ്യുന്നത് ഈ ആഴ്ചയിൽ ഇവിടെ നടന്ന യോഗങ്ങളിലെ. അങ്ങനെ ഏറ്റവും മികച്ച പ്രസംഗികളുടെ പ്രസ്ഥാനമാണ് IPC. വിശ്വാസികൾ പ്രസംഗിക്കും, സഹോദരിമാരെ പ്രസംഗിക്കും, സമയം കൊടുക്കാത്ത കുഴപ്പമേ ഉള്ളൂ. പക്ഷേ ഒരു ചോദ്യം, കുറച്ചുകൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? കുറച്ചുകൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? എങ്കിൽ കാടപ്പക്ഷി വന്ന കൂടാരത്തെ നിറഞ്ഞതുപോലെ ആത്മാക്കൾ വന്നു നിറയുന്ന ഒരു സീസൺ. Glory, 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 glory. ദൈവത്തിന്റെ ആത്മാവ് കൊടിയ കാറ്റ് പോലെ അഗ്നിജ്വാല പോലെ കുമ്പനാൾ പന്തലിൽ ഇന്ന് രാത്രി വീശി അടിക്കട്ടെ. ജനങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. നിർത്താതെ പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യത്തെ ബഹുമാനിച്ച് മഹത്വം കൊടുത്താട്ട് യോഗത്തെ ഹോളി സ്പിരിറ്റ് കൺട്രോൾ ചെയ്യട്ടെ. ഇന്നിവിടെ ഒരു രോഗശാന്തിയുടെ വരം ജ്വലിക്കുന്നുണ്ട്. രോഗശാന്തിയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ഹീലിംഗ് ഈ ദിവസങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ.
നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ കൺവെൻഷൻ ഉത്തരവാദിത്തപ്പെട്ട കൃപാവരങ്ങളുള്ള പ്രാർത്ഥനാ ശുശ്രൂഷ ചെയ്യുന്ന ദേവസ്വന്മാരെ നിയമിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി മിനിഞ്ഞാന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് നോക്കി അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ഒരു ദൈവദാസൻ ഒരാൾക്ക് വേണ്ടി 5 മിനിറ്റ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് ഒത്തിരി ആനന്ദം തോന്നി. ഇത്രയും ആത്മാർത്ഥതയെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ. ഇന്ന് രാത്രി നിങ്ങൾ ആരും മടങ്ങി പോകരുത്. വെറുതെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകണം. നിങ്ങളെ ബ്ലസ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളെ കെട്ടുകളെ അഴിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നിങ്ങളെ സൗഖ്യമാക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. എനിക്ക് ലഭിച്ച വാക്യം മത്തായി സുവിശേഷം 16:19 അതൊരു നിയോഗമായിട്ട് ഞാൻ കാണുന്നു. വായിക്കുന്നു. സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ആമേൻ. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. What you lock on earth will be locked in heaven. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. What you unlock on earth will be unlocked in heaven. ഭൂമിയിൽ വെച്ച് ദൈവസഭ ഒരു കാര്യത്തെ ലോക്ക് ചെയ്താൽ അത് ലോക്കാണ്. ദൈവം അതിനെ സ്വീകരിക്കും. ഭൂമിയിൽ വെച്ചൊരു കാര്യത്തെ അൺലോക്ക് ചെയ്താൽ സ്വർഗ്ഗം അതിന്റെ മുകളിൽ സ്വീകരിക്കും. സഭയ്ക്കാണ് അധികാരം. യേശു ക്രിസ്തു സകല അധികാരവും ലഭിച്ചവൻ. ആ അധികാരം സഭയ്ക്ക് തന്നിരിക്കുക. ഇതാണ് വാക്യം. പത്രോസിന് മാത്രമാണോ എന്നും കൂടെ പഠിക്കാൻ 3 വാക്യങ്ങൾ കൂടെ വായിപ്പിക്കുന്നു. അല്ല 2 കൂടെ. യോഹന്നാൻ 20:22-23. അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മത്തായി 18:18. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആമേൻ. പത്രോസിന് ഈ ഒരു അധികാര കൈമാറ്റം നടത്താൻ കർത്താവിന് തോന്നിയതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ കർത്താവിനെ നന്നായി അറിഞ്ഞു എന്നുള്ളതാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന വെളിപ്പാടാണ് ഈ കൈമാറ്റത്തിന്റെ കാരണം. യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ ഈ താക്കോൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് വാങ്ങാം. മലയാളം ബൈബിളിൽ താക്കോൽ എന്നേ ഉള്ളൂ. എന്നാൽ എനിക്ക് കിട്ടിയ നോട്ടീസിനകത്ത് കത്തിനകത്ത് താക്കോലുകൾ എന്നാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയപ്പോൾ താക്കോലുകൾ എന്നാണ്. സന്ദർഭവശാൽ ഇന്ത്യ ബൈബിൾ കോളേജിലെ പ്രൊഫസർ സുബ്രഹ്മണ്യൻ സാറിനെ കല്യാണം വെച്ച് കണ്ടു. സാർ ഇത് എങ്ങനെയാണ് കറക്റ്റ് മൂലഭാഷയിൽ? അദ്ദേഹം അപ്പോൾ തന്നെ ഗ്രീക്ക് എഴുത്തിൽ എന്നെ കാണിച്ചു. താക്കോലുകൾ ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് ഉപയോഗിച്ച 3 താക്കോലുകൾ നിങ്ങൾ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ പൗലോസ് ഉപയോഗിച്ച ഒരു താക്കോലും കൂടെ കൊണ്ടുവരാം. അങ്ങനെ 4 എണ്ണം വേഗത്തിൽ ധ്യാനിക്കാം. മുഴുവൻ പറഞ്ഞു തീർക്കുന്ന നിർബന്ധമില്ല. സമയത്തിന് കാര്യങ്ങൾ തീരും. അതിലേക്ക് പോകുന്നതിന് മുമ്പ് പത്രോസിന് ഈ ഒരു പവർ കിട്ടിയപ്പോൾ, ഈ അധികാരം കിട്ടിയപ്പോൾ ഒരു അബദ്ധം പറ്റി. അത് മത്തായി 14:22-23 ഒന്ന് വായിക്കാമോ? പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ അതരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. പത്രോസ് യേശുക്രിസ്തുവിനെ ശാസിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു കുഴപ്പം ഈ അധികാരത്തിനുണ്ട്. അധികാരം കിട്ടിയാൽ ദുർവിനിയോഗം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അധികാരം ലഭിക്കും തോറും സൗമ്യത, ദീർഘക്ഷമ, സ്നേഹം ഇവയാൽ നിറയാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പത്രോസിന് ചെറിയ നേരം പോലെ വന്നു. കർത്താവിനെ മാറ്റി നിർത്തി പറഞ്ഞു, ഈ പ്രശ്നം ശരിയല്ല, ഇത് തിരുത്തണം. കർത്താവ് കൊടുത്ത താക്കോൽ തിരിച്ചു വിട്ടു. സാത്താനെ എന്നെ വിട്ടു പോകും. എന്റെ ചോദ്യം ലോജിക്കാണ്. സാത്താനെ താക്കോൽ വിട്ടു. ഇത്രയേ ഉള്ളൂ. നമ്മുടെയൊക്കെ ലെവലിൽ നോക്കണം. കർത്താവ് ആക്കി അതിന്റെ ഗമയിലാണ് നമ്മൾ പതിക്കുന്നത്. കർത്താവിന്റെ കയ്യിലാണ് കാര്യം ഇരിക്കുന്നത്. ഈ താക്കോൽ എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു 3 താക്കോലുകളെ കാണിക്കാം. ഇതിപ്പോ ഞാൻ താമസിക്കുന്ന വീടിയാണ്. ഇത് പഴയ മോഡൽ സാധനം. അടുത്തത് ഇതാണ്. ഇത് കണ്ട താക്കോലാന്ന് പോലും തോന്നുന്നില്ല. പക്ഷേ ഇവൻ ഇല്ലല്ല ഞെക്കിയാൽ മതി, വണ്ടി തുറന്നോളൂ. ഇതിന് തന്നെ ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞെക്കിയാൽ ഷെഡിൽ കിടക്കുന്ന വണ്ടി സ്റ്റാർട്ടാവും. ചൂട് കൂടുതലുള്ള നാട്ടിൽ അങ്ങനെ ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ടായി AC ഓണായി കുട്ടപ്പനായിട്ട് കിടക്കുമ്പോൾ ചെന്ന് കയറിയാൽ മതി. അപ്പം ലേറ്റസ്റ്റ് വന്നു. അതിലും കൂടിയത് വന്നു. ഇതൊന്നും ദൂരെ കാണാൻ പറ്റില്ല. ഇത് കാരണം PC കോൺഫറൻസ് ചെന്നപ്പം എല്ലാവരും കൂടി ഒരു കവറിൽ ഇട്ടിട്ട് തന്നു, ഇതിനകത്ത് താക്കോലും ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കതിനെ വേണ്ടി വരില്ലല്ലോ. അങ്ങനെ ഈ ഹോട്ടലിന്റെ മുകളിലൊക്കെ മുറി ചെന്നു. ബാഗെല്ലാം പരിശോധിച്ചിട്ട് താക്കോലില്ല. ഇതുപോലത്തെ ഒന്നിട്ട് കാർഡും അതിൽ ഒരെണ്ണം ഭക്ഷണം കഴിക്കാനുള്ളതാണ്, ഒരെണ്ണം കോൺഫറൻസ് കളിക്കാനുള്ളതാണ്. ഞാൻ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ആൾക്കാരെ വിളിച്ചു ഫോൺ ചെയ്തു. അവർ വന്നിട്ട് പറഞ്ഞു ഇതെടുത്തിട്ട് ആ ഡോറിൻ്റെ അവിടെ വെച്ചാൽ മതി. അപ്പോൾ സംഗതി അവിടുന്ന് പോയി. തിരിച്ചു വന്നപ്പോൾ ഇത് ഞാൻ ബാഗിനകത്ത് ചോദിച്ചു പോകുന്നു, മറന്നുപോയി. അത് ഞാൻ 15 വഴി വന്നപ്പോൾ സംഘാടകരോട് പറയുമ്പോൾ ഒരു കുഴപ്പമില്ല, ഇതെല്ലാം കമ്പ്യൂട്ടറിലായിരിക്കും നമ്മളെ പറ്റിക്കുന്നു. അപ്പോൾ പിടിയില്ലോ, ഇതിനൊരു പവറുമില്ല.
കമ്പ്യൂട്ടർ കാര്യം തീരുമാനിക്കുന്നത്. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? നീ ആരുമല്ല, നീ ഒന്നുമല്ല, നിന്റെ ഒന്നുമില്ല, കാര്യം തീരുമാനിക്കുന്ന കമ്പ്യൂട്ടറാ. തിരിച്ചറിഞ്ഞോണം, തിരിച്ചറിഞ്ഞോണം. നീ ആരുമല്ല, നിന്റെ ഒന്നുമില്ല, നിനക്ക് ഒരു അധികാരമില്ല. തമ്പുരാനുമായിട്ട് കണക്ട് ചെയ്ത് നിന്നാൽ മാത്രമേ ഈ സാധനം വർക്ക് ചെയ്യത്തുള്ളൂ. സൂപ്പർ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് നിന്നാലേ ഈ കാർഡ് വർക്ക് ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതൊരു യുവ പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആയിരുന്നു ഞാൻ ആഗ്രഹിച്ചു പോയി. കാരണം ഇതൊരു ആത്മപകർച്ചയുടെ രാത്രിയാണ്, ഇതൊരു ഇമ്പാർട്ടേഷന്റെ രാത്രിയാണ്. ദൈവം തന്നതെല്ലാം കൊടുക്കാനുള്ളതാണ്, എല്ലാം പങ്കുവയ്ക്കാനുള്ളതാണ്. ഏലിയാവ് എലീശയ്ക്ക് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പുതപ്പ് വാങ്ങാനാളുണ്ടോ? എങ്കിൽ കൊടുക്കാൻ സ്വർഗ്ഗം തീരുമാനിച്ചിരിക്കുന്നു. ഏറ്റെടുക്കുന്ന ഒരു തലമുറ, പ്രവചിക്കുന്ന ഒരു തലമുറ, പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ, വിശ്വസിക്കുന്ന ഒരു തലമുറ, ആരാധിക്കുന്ന ഒരു തലമുറ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവ സഭയ്ക്ക് എഴുന്നേറ്റ് വരട്ടെ. കഥ കൊടുക്കാൻ തയ്യാറാണ്. ഇന്ന് രാത്രി പ്രാപിക്കാൻ എത്ര പേര് വന്നിട്ടുണ്ട്? പത്രോസ് ഉപയോഗിച്ച 3 കീ. 1 സുവിശേഷം, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 16-ാം വാക്യം. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു സിമ്പിൾ പ്രസംഗം, സുവിശേഷം സിമ്പിളായിട്ട് പറഞ്ഞു. അത്ര വലിയ ഭാഷാശുദ്ധിയോ അത്ര വലിയ പാണ്ഡിത്യമോ പ്രസംഗമൊന്നും ആയിരുന്നില്ല. പക്ഷെ 3000 പേര് സ്നാനപ്പെട്ടു. ഇന്ന് 3000 പ്രസംഗത്തിന് ഒരാൾ സ്നാനപ്പെടുന്നുണ്ടോ സംശയം. കോട്ടയത്ത് ഞാനൊരു മഹായോഗം നടന്നു. എനിക്ക് ഒരു ദിവസം പോകാനുള്ളൂ. ആ ഒരു ദിവസം കൊറിയൻ വന്ന ആളുകൾ പ്രസംഗിച്ചു. ഞാൻ എൻ്റെ അനുഭവം പറയുന്നതിന് ഇപ്പോൾ കുഴപ്പമില്ലല്ലോ. ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്നോട് തന്നെ പറഞ്ഞു, വലിയ മെച്ചമായ പ്രസംഗമൊന്നും അല്ല, നമ്മുടെ പിള്ളേർ തണ്ടക്കുൾ പിള്ളേർ ഇതിനേക്കാൾ നന്നായിട്ട് പ്രസംഗിക്കും. സൗകര്യമായിട്ട് ഇതിനേക്കാളൊക്കെ ഉഗ്രം പ്രസംഗമാണ്. ഞാനിങ്ങനെ ധ്യാനിച്ചൊക്കെ പോകുമ്പോൾ ഒരു മയക്കം വന്നു. മയക്കത്തിൽ എന്നോട് ആരാണ് ചോദിക്കുക, നിന്റെ പ്രസംഗം നല്ലതല്ലേ? അതെ. നിന്റെ സഭയിൽ എത്ര പേരുണ്ട്? എൻ്റെ പ്രശ്നം സൂപ്പറാണ് എല്ലാവരും പറയുന്നത്. ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷെ ആരും ഇല്ലെന്നേ. കൂടിപ്പോയാൽ 150 പേര്. അവിടെ ഈ മോശം നമ്മുടെ നോട്ടത്തിൽ വലിയ മെച്ചമല്ലാത്ത പ്രസംഗം ചെയ്ത് അവിടെ സഭയിൽ 15 ലക്ഷം പേര്. ഇവിടെയും നമുക്ക് വാഴ്ച പറ്റിയിട്ടുണ്ട്. ഉടനെ നമ്മുടെ ഇടയിൽ പരീക്ഷമാർ ജാതി എഴുന്നേറ്റു. ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ്. ഓ ഇപ്പൊ എന്തൊരു ക്വാളിറ്റിയാ! ഓ ഈടാ ക്വാളിറ്റി പറഞ്ഞാൽ മതി. എന്നാ പിന്നെ ക്വാണ്ടിറ്റി എങ്കിലും പറട്ടെ. കസേരയോട് പ്രസംഗിച്ചാൽ ക്വാളിറ്റി ഉണ്ടാവോ? ഇവിടെ 1 ലക്ഷം പേര് കൂടുന്ന ഗ്രൗണ്ട് ദൈവം നമുക്ക് തരട്ടെ. ദൈവസഭയെ അതിൽ വളരട്ടെ. വിശ്വസിച്ചാൽ ഇല്ലെങ്കിൽ ഒന്നിനും സംഭവിക്കും. താങ്ക് യു ജീസസ്. പത്രോസ് സിമ്പിൾ പ്രസംഗം ചെയ്തു. സുവിശേഷം 3000 പേര് സ്നാനപ്പെട്ടു. ആൾക്കൂട്ടമല്ല പ്രധാനം എന്ന് പറയരുത്, ആൾ കൂടിയേ പറ്റൂ. 140 കോടി മനുഷ്യർ കർത്താവിനെ അറിയണം, അറിയണം. നമ്മൾ പറയുന്ന ഈ ഒരു മാർഗമേ ഉള്ളൂ എങ്കിൽ, യേശു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല എങ്കിൽ, യേശു മടങ്ങി വരാനായി എങ്കിൽ ഭാരതം യേശുവിനെ അറിയട്ടെ. നമ്പർ 2 പരിശുദ്ധാത്മാവാകുന്ന താക്കോൽ. അപ്പോസ്തല പ്രവൃത്തി 8:14. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടുവെന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. ശമര്യയിൽ ഉണ്ടായിരുന്ന ഹോളി സ്പിരിറ്റ് റിവൈവലാണ്. പത്രോസാണത് ഓപ്പറേറ്റ് ചെയ്തത്. ഇൻഡിപെൻഡന്റ് ചർച്ച ആയിരുന്നില്ല ആദിമസഭ. ഫിലിപ്പോസ് പോയി പ്രവർത്തിച്ച് 10 പേരുണ്ടായപ്പോൾ വേണമെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകാനോ. അദ്ദേഹം കേന്ദ്രത്തിൽ ഇവിടെ അറിയിച്ചു. അന്നത്തെ പ്രസിഡന്റായ പത്രോസ് ഇവിടെ അറിയിച്ചു, ഒന്ന് വരണം ഇവിടെ വരെ, ഒത്തിരി പേര് സാധനപ്പെടുന്നുണ്ട്, ഒന്ന് സഹായിക്കണം. എന്റെ ഭാഷ പറയുക വേണമെങ്കിലേ സാക്ഷാൽ ജനറൽ പ്രസിഡന്റ് കാത്തിരിക്കാൻ നടത്താൻ വേണ്ടി സഭയിലോട്ട് പോയി. ജനറൽ പ്രസിഡന്റ് പോയില്ലേലും സെൻട്രൽ ബാങ്കെങ്കിലും പോകട്ടെ. ഇത് അതിനുവേണ്ടി ആരോ 3-4 പേരെ കണ്ടിട്ടുണ്ട്, അതേ പോകത്തുള്ളൂ. കാത്തിരിപ്പിയോ നടത്തുന്ന ആൾ ഓർഡിനേഷൻ ഇന്റർവ്യൂ ചെന്നാൽ ചോദിക്കും, സഭ കിട്ടിയില്ലേ? ഇന്നൊരാളെ കാത്തിരിപ്പിയോ നടത്താൻ ഇവിടെ കിട്ടും. നമ്മുടെ ചെറുപ്പക്കാരെ കാര്യം പ്രാപിക്കാൻ ഇവിടെ പോയി വിളിച്ചോണ്ട് വരും. ആരുണ്ട്? നമ്മളെല്ലാം കാര്യം തീരുമാനാക്കി, അതിനാരും ഇല്ലാണ്ടായി. മാങ്ങാൻ ജോസഫാറുണ്ടായിരുന്നു, അത് തീർന്നു. അടുത്തൊരു തലമുറ എഴുന്നേറ്റേ പറ്റൂ, അടുത്തൊരു തലമുറ എഴുന്നേറ്റേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഇത് 3-ാം തലമുറയല്ലേ, 4-ാം തലമുറയല്ലേ? ഇതിങ്ങളൊന്നും വീണ്ടും ഞാൻ അനുഭവത്തിലോട്ട് ശരിക്കും വന്നിട്ടില്ല. സ്നാനപ്പെട്ടതേ ഉള്ളൂ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആത്മസ്നാനം കൂടിയേ തീരൂ. ഈ തലമുറയ്ക്ക് മാറ്റം വരണമെങ്കിൽ ആത്മപകർച്ച. ആദിമസഭയുടെ പ്രയോറിറ്റി ആത്മസ്നാനത്തിനായിരുന്നു. അത് ചെറിയ ഉപദേശ ജോലിയല്ല, അത് വലിയ ഉപദേശ ജോലിയായിരുന്നു. നമ്പർ 3 പ്രാർത്ഥന.
അപ്പോസ്തലപ്രവൃത്തി 10:9. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. ഞാനൊന്ന് ചുരുക്കി പറയട്ടെ, അത് 11-ാം അധ്യായത്തിൽ കൂടെ കിടപ്പുണ്ട്. രണ്ടും കൂടെ വായിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ വിശന്നൊന്നല്ല, മലയാളത്തിൽ വായിക്കും അങ്ങനെ തോന്നും. വിശന്ന് വന്നപ്പോൾ ഫുഡ് റെഡിയായിട്ടില്ല. ഫുഡ് കൺവീനറെ വേണേ സസ്പെൻഡ് ചെയ്യാൻ അതിലുള്ള ആളാണ് പത്രോസ്. പക്ഷെ പത്രോസ് ചിന്തിച്ചിട്ടൊരു നിയോഗമാണ്. ഫുഡ് കിട്ടിയില്ലെങ്കിൽ അതൊരു നിയോഗം, ഒരു ശാരീരിക ക്ലേശം വന്നെങ്കിൽ അതൊരു നിയോഗം, ഒരു പരിഹാസം വന്നെങ്കിൽ അതൊരു നിയോഗം, ഒരു ബുദ്ധിമുട്ട് വന്നെങ്കിൽ അതൊരു നിയോഗം, ഒരു തടസ്സം വന്നെങ്കിൽ അതൊരു നിയോഗം. ഉടൻ തന്നെ മരത്തിന് പോയി കയറി. പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലം അത് എവിടെ കാട്ട് അപ്സ്റ്റേർ കയറി പ്രാർത്ഥിച്ചപ്പോൾ വിവശത വന്നു. വിവശത വന്ന് 3 പേരെ ഞാൻ കണ്ടു. ഒന്ന് പത്രോസ്, ഒന്ന് പൗലോസ്, ഒന്ന് യോഹന്നാൻ. ഇനി വല്ലവരും ഇവിടെ നോക്കി വന്നിട്ടുണ്ടെങ്കിൽ പറയണം. വരാൻ സാധ്യതയില്ല, കാരണം നമ്മൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ. ഉള്ളതിനെ എങ്ങനെ നിർത്താനുള്ളതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം അടുത്ത ലെവൽ പറയുന്നത്, ഞാൻ ഇതിനകത്ത് ഞാൻ പ്രവചിക്കുന്നു, സഭ അടുത്ത ലെവലിലോട്ട് കയറും. സഭ അടുത്ത ലെവലിലോട്ട് കയറും. ഇന്ന് മുട്ടോളമാണെങ്കിൽ അടുത്ത ദിനങ്ങളിൽ അത് അറിയോളമാകട്ടെ, അടുത്ത ദിനങ്ങളിൽ അത് നീണ്ടുന്ന അനുഭവമാകട്ടെ. നെക്സ്റ്റ് ലെവൽ അനോയിറ്റിംഗ്. വിവശത വന്നു. അപ്പോൾ ഒരു ദർശനം കണ്ടു. ഇതെല്ലാം പരിശുദ്ധ ലാംഗ്വേജ്. ഒരു പെട്ടിക്കകത്ത് കുറെ സാധനങ്ങൾ, പാമ്പ്, പഴുതാരി, പല്ലി, എലി, ആൾ കോഴിയെല്ലാം അവിടെ കൂട്ടിക്കും. അപ്പോൾ ഈ ദേവാസൻ പാസ്റ്ററാണെങ്കിൽ പരീക്ഷനല്ലേ, ഈ യഹൂദൻ്റെ ഒരു സാധനമുണ്ടല്ലോ. പുള്ളി കർത്താവിനോട് പറഞ്ഞു, ഞാൻ കഴിക്കത്തില്ല, ഞങ്ങൾ യാഥാസ്ഥിക യഹൂദന്മാരാണ്, കർത്താവ് പിന്മാറ്റത്തിലാണെന്നാണ് പത്രോസിന്റെ ചിന്ത. ഇങ്ങനെ പല അർത്ഥം പുള്ളി പറ്റിയിട്ടുണ്ട്. എന്നിട്ടും പുള്ളി കൊടുത്തല്ലോ ഞങ്ങൾ. അതാ ദൈവത്തിന്റെ സ്നേഹം, അത് ദൈവത്തിന്റെ നീതി. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല ഇത് തന്നത്, പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി തന്നതാ. ഒരു മിനിസ്ട്രി ഉണ്ടെങ്കിൽ ഈശോടെ പ്രാർത്ഥിക്കുമല്ലോ. താങ്ക് യു ജീസസ്. കർത്താവ് നീ ലേവ്യ പുസ്തകം വായിച്ചിട്ടില്ല എന്ന് പത്രോസ് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, മോനെ ഞാനല്ലേ എഴുതിയത്. വീണ്ടും ഒന്നുകൂടെ കാണിച്ചു. എന്നാൽ ഈ രക്തത്തിൽ കയറി മാറാൻ ഭയങ്കര സമയമാണ്. വാസ്തവത്തിൽ സോഫ്റ്റ്വെയർ മാറുമായിരുന്നു അവിടെ വെച്ച്. എന്തെങ്കിലും മാറ്റങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഉണർവിൽ നീ ഒരു പങ്കാളിയാവും. എന്തെങ്കിലും മാറ്റങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഉണർവിൽ നീ ഒരു പങ്കാളിയാവും. ജാതികളെ സ്വീകരിക്കാൻ സഭ തയ്യാറാകണം. വിവിധ കൾച്ചറിലുള്ളവരെ ഉൾക്കൊള്ളാൻ സഭ തയ്യാറാകണം. ഹല്ലേലൂയ. ജാതികളുടെ വീട്ടിൽ പോകുന്നതിനെ കുറിച്ചുള്ള ക്ലാസ് എടുക്കായിരുന്നു ദർശനത്തിൽ. സ്തോത്രം. ഇതൊക്കെ കിട്ടിയത് പ്രയറിലൂടെയല്ലേ. വീണ്ടും പത്രോസ് ജയിലിൽ കിടക്കുമ്പോൾ പ്രയർ ഉപയോഗിച്ചു, തുറന്നു. പ്രയർ ഭയങ്കര പവറാണ്. ഇവിടെ കേട്ടോണ്ടിരിക്കുന്നത്. ആമേൻ. ഞാൻ 4-ാമത്തെ പറയട്ടെ, ആരാധന. അപ്പോസ്തലപ്രവൃത്തി 16:23. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാലാട്ടക പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെന്തക്കോസ്തുകാരുടെ വാക്യമാണത്. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, പാടി സ്തുതിച്ചു. ചങ്ങല പൊട്ടുമെന്ന് ഓർത്തിട്ടല്ല, അത്ഭുതം നടക്കുമെന്ന് ഓർത്തിട്ടല്ല, വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് പ്രാർത്ഥിച്ചു, പാടി സ്തുതിച്ചു. ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയമാണോ? പ്രാർത്ഥിച്ചാൽ മതി, സ്തുതിച്ചാൽ മതി, പാടിയാൽ മതി. ചെയ്യാനുള്ളതൊക്കെ പരിശുദ്ധാത്മാവ് ചെയ്തോളൂ. ഇംഗ്ലണ്ടിലെ എയർപോർട്ടിൽ, ഇംഗ്ലണ്ടിലെ പോർട്ടിൽ മാലാഖ വന്ന് MS ശ്യാമൽ എന്ന ചെറുപ്പക്കാരനെ വണ്ടിയെ കയറ്റി വിട്ടെങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ മേലെങ്കിൽ നീ ഒന്നും ചെയ്യാ, പ്രാർത്ഥിക്കാൻ തുടങ്ങുക, പാടാൻ തുടങ്ങുക, സ്തുതിക്കാൻ തുടങ്ങുക. പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു, പാടി സ്തുതിച്ചു. പ്രാർത്ഥിച്ചു, പാടി സ്തുതിച്ചു. അത്ര വലിയ പാട്ടുകാരൊന്നും അല്ലവര്. അവർക്ക് അങ്ങനെ സംഗീതം നോക്കിയിട്ടില്ല. അവർ പ്രാർത്ഥിച്ചു, അവർ പാടി, അവർ സ്തുതിച്ചു. അവർ പ്രതീക്ഷിച്ച കാര്യമല്ല. നമ്മൾ അതൊക്കെ ചേർന്ന് ഇപ്പൊ പാട്ടുണ്ടാക്കുന്നുണ്ട്. അവരൊന്നും പ്രതീക്ഷിച്ചില്ല. അവർ ഈ വേദന മറക്കാനാണ് പാടിയത്. ഇല്ലെങ്കിൽ ഇവർ രണ്ടും കൂടി ചർച്ച ചെയ്യും, പൗലോസും ശീലാസും കൂടെ ഉള്ളത് കൂടെ. അപ്പോൾ ചോദ്യം ചോദിക്കും, അച്ഛാ ഇങ്ങോട്ട് പോലും ദർശനം കണ്ടിട്ടല്ലേ പോന്നെ? അതെ. മക്കളെ പുരുഷൻ, അതെ. അന്ന് ഈ തല്ലു കൊള്ളുന്നുണ്ടായിരുന്നോ? ഒറ്റ ചോദ്യം മതി, ഉള്ള ഗ്യാസ് പോകും. അതുകൊണ്ട് വർത്താനം പറയേണ്ടെന്ന് നോക്കാം. പ്രാർത്ഥിച്ചത്, പാടിയത്, സ്തുതിച്ചത്. ഏകാന്തത്തിന് നടുവിൽ മണ്ണത്തരം പറയാതെ പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കുക. വാദം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക, പാട്ട് പാടി തുടങ്ങുക. നമ്മുടെ വലിയ പാട്ടുകളൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ പാട്ടൊക്കെ വന്നു തുടങ്ങി. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെ പല പാട്ടുകൾ ദൈവം തന്നു. അതിലൊരെണ്ണം ഈ പുസ്തകത്തിൽ കിടപ്പുണ്ട്, 77. അതിപ്പോൾ നമ്മുടെ സ്ക്രീനെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഇടാൻ. നമ്മുടെ പാഠപുസ്തകത്തിലെ 77-ാമത്തെ പാട്ട്. കൊയർ എന്നെ ഒന്ന് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്ലീസ് കം. പ്രിയപ്പെട്ടവരെ, അവർ പ്രാർത്ഥിച്ചു, അവർ പാടി സ്തുതിച്ചു. തുറന്നു എന്നൊക്കെ ഗേറ്റ് തുറന്നു, വാതിലുകൾ തുറന്നു, കയ്യേറ്റുന്ന ചങ്ങലകൾ ലോക്കലിച്ചു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലതൊക്കെ തുറക്കാൻ പോകുന്നു, ചിലതൊക്കെ അടിക്കാൻ പോകുന്നു. കെട്ടുകൾ അഴിയുന്ന രാത്രിയാണ്. സ്തുതിച്ചു തുടങ്ങിക്കോ, കരങ്ങൾ അടിച്ചു തുടങ്ങിക്കോ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇന്ന് രാത്രി അത് സംഭവിക്കും, ഇന്ന് രാത്രി അത് സംഭവിക്കും, ഇന്ന് രാത്രി അത് സംഭവിക്കും. അതേ ദൈവം നമ്മുടെ ദൈവമാണ്, അതേ ഹോളി സ്പിരിറ്റ് നമുക്ക് സ്വന്തമാണ്. അത് നമ്മുടെ മേലിൽ രാത്രി വ്യാപരിക്കാൻ
നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തേ. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോവുക. ഒന്ന് എഴുതിരിക്കാവോ? ചില അധികാരങ്ങൾ പ്രാപിക്കാൻ ഒരുങ്ങി വന്ന ചെറുപ്പക്കാരൊക്കെ ആ കയ്യൊന്ന് ഉയർത്തിക്കേ. ശുശ്രൂഷയിൽ ചിലത് പ്രാപിക്കാൻ വന്നവർക്ക് കൈ ഉയർത്തിക്കേ. അവരൊന്ന് വേഗം മുന്നോട്ട് വരാവോ? ഹല്ലേലൂയ. ഞാനും പ്രയത്നത്തിന്റെ കൂടെ കൂടണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് രാത്രി ഒരു അധികാര കൈമാറ്റം ഈ പന്തലിൽ നടക്കാൻ പോവുകയാണ്. ശുശ്രൂഷയ്ക്ക് ഒരു പുതിയ അളവ് പ്രാപിക്കാനുള്ളവരെ കർത്താവ് വിളിക്കുന്നു. സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കുന്ന യൗവനക്കാർ വേഗം മുന്നോട്ട് വരട്ടെ. അവരുടെ പുറകെ രോഗം, ശാരീരിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധിയുള്ളവർ വരട്ടെ. ഉറപ്പായി രാത്രി യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീണ്ടും പ്രവർത്തിക്കുന്നു. ചേർന്ന് പാടാം, കരങ്ങളടിച്ച്. ശക്തിയോടെ അടിച്ച് അതിയോടെ കാത്തിരിക്കും ഞങ്ങൾ